Hello my dear students, welcome to Learner's World. In this video, I talk about Unit 4, Elements of Writing, Part 2. What is description? എന്താണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ടു ഡിസ്ക്രൈബ് പീപ്പിൾ പ്ലേസസ് ആൻഡ് തിങ്സ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്കിൽ ഇൻ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് വ്യക്തികളെയും സ്ഥലങ്ങളെയും സാധനങ്ങളെയും വിവരിക്കാനുള്ള കഴിവാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ആളെക്കുറിച്ചിട്ട് നമുക്ക് വിവരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പോയിട്ടുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചിട്ട് വിവരിക്കണം. അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു റിട്ടറിക്കൽ മോഡാണ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത്. Often we are asked to describe things. If you witness an accident or a fight between two people, the police might ask you to describe what you saw. അതായത് പലപ്പോഴും ചില കാര്യങ്ങൾ വിവരിക്കാൻ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു അടിപിടിക്കോ നിങ്ങൾ സാക്ഷിയാണെങ്കിൽ പോലീസ് നിങ്ങളോട് ചോദിക്കും നിങ്ങൾ കണ്ട കാര്യം വിവരിക്കാൻ. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ കോളേജിലേക്കൊക്കെ പോകുന്ന വഴിയിൽ ഒരു ആക്സിഡൻറ്റ് നടന്നു, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ചിട്ട് ഒരു കള്ളനോടി, അപ്പം നമ്മളാണ് അവിടെ ദൃക്സാക്ഷിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോലീസ് വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് നടന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് എന്താണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മളോട് പറയും. അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു റിട്ടറിക്കൽ മോഡാണ് ഡിസ്ക്രിപ്ഷൻ. If the person involved in the accident or the fight are not present, the police officer might ask you even to describe their appearance. ഇനിയിപ്പം ആ ഒരു ആക്സിഡൻറ്റ് നടന്നപ്പോൾ ഉണ്ടായ ആ ഒരു അവസ്ഥയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടിപിടിയൊക്കെ നടന്നു കഴിഞ്ഞു, അപ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആക്സിഡൻറ്റിൽ ഉണ്ടായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ അടിപിടി കേസിലുണ്ടായിട്ടുള്ള ആളുകളോ അവിടെ ആ സ്ഥലത്തില്ലെങ്കിലും അവരെ പറ്റി ഒരു വിവരണം നൽകാൻ പോലീസ് ആവശ്യപ്പെട്ടെന്നിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന വിവരണം ഈ ഒരു ഡിസ്ക്രിപ്ഷൻ മോഡിലാണെന്നാണ് പറയുന്നത്. ഡിസ്ക്രിപ്ഷൻ ഹാസ് ടു അപ്പീൽ ടു ദ സെൻസസ് സൈറ്റ്, സൗണ്ട്, സ്മെൽ, ടേസ്റ്റ് ആൻഡ് ടച്ച്. ഇനി ഈ ഒരു ഡിസ്ക്രിപ്ഷന് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറഞ്ഞാൽ കാഴ്ച, കേൾവി, മണം, രുചി, ടച്ച് ഇവയൊക്കെ സ്പർശിക്കുന്നതായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം നമ്മൾ പറയേണ്ടത്. ഇറ്റ് ഷുഡ് ക്രിയേറ്റ് ആൻ ഇംപ്രഷൻ ഇൻ ദ ലിസണർ ഓർ റീഡർ. അപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്ഷന് നമ്മളുടെ വായനക്കാരിലോ അല്ലെങ്കിൽ നമ്മളുടെ ഓഡിയൻസിലോ നല്ല ഒരു ചിത്രം കോറിയിടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി വിവിഡ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. നല്ല രസമുള്ളതും അതുപോലെ ജീവനുള്ളതുമായിരിക്കണം വിവരണങ്ങൾ. അങ്ങനത്തെ രീതിയിലായിരിക്കണം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ റീഡേഴ്സിനെ അവരെ പിടിച്ചിരുത്താൻ കഴിയുന്ന തരത്തിലായിരിക്കണം നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത്. അവരുടെ അതായത് പഞ്ചേന്ദ്രിയങ്ങളൊക്കെ തൊട്ടുണർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കാര്യം, ഒരു പ്ലേസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പേഴ്സണെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അവർക്ക് നല്ലൊരു പിക്ചർ അവരുടെ മനസ്സിലുണ്ടായിരിക്കണം അയാളെ കുറിച്ചിട്ട് എന്നാണ് പറയുന്നത്. ഇൻ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് വാട്ട് സ്റ്റാൻഡ്സ് ഔട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്ക്രൈബർ ടുവാർഡ് ദ ഡിസ്ക്രൈബ്. ഇനി പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിൽ വിവരിക്കുന്ന ആളുടെ കാഴ്ചപ്പാടാണ് ഇമ്പോർട്ടൻ്റ്. ആരാണോ അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അയാളുടെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുന്നത്. സോ ഡിസ്ക്രിപ്ഷൻ ഓഫൺ കണ്ടെയ്ൻസ് സബ്ജക്റ്റിവിറ്റി, പേഴ്സണൽ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും റൈറ്റർ തൻ്റെ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ ആ വിവരണത്തിൽ കാണിക്കാറുണ്ട്. കാരണം എന്താണ്, ഇപ്പോൾ ഒരു ആൾ ആണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അപ്പോൾ അയാളുടെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അയാളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ കാണിക്കാറുണ്ട്. ദ വേർഡ്സ് യു ചൂസ് ടു ഡിസ്ക്രൈബ് പേഴ്സൺസ് ആൻഡ് പ്ലേസസ് വിൽ ഷോ യുവർ ആറ്റിറ്റ്യൂഡ് ടു ദെം. ഇനി നിങ്ങളൊരു വ്യക്തിയെയോ ഒരു സ്ഥലത്തെയോ വിവരിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ആ വ്യക്തിയോടോ സ്ഥലത്തോടോ നിങ്ങൾക്കുള്ള കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെയൊക്കെയാണ് നിങ്ങൾ
ഡിസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആളോടുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിനോടുള്ള കാഴ്ചപ്പാടൊക്കെ അതിൽ വ്യക്തമാകുന്നുണ്ട്, ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ വ്യക്തമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. What you find to be tasty, beautiful, soft, sweet, warm, etc. need not be so to others. ഇനി പറയുന്നത് നിങ്ങൾക്ക് രുചിയുള്ളതും ഭംഗിയുള്ളതും മാർദ്ദവമേറിയതും മധുരമുള്ളതും ചൂടുള്ളതുമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അങ്ങനെ തന്നെ തോന്നണമെന്നില്ല എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അങ്ങനെ തന്നെ തോന്നണമെന്നില്ല. അതായത് നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ള കാര്യം മറ്റുള്ളവർക്ക് അത് സ്വീറ്റായിട്ട് തോന്നണമെന്നില്ല, നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം അവർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നണമെന്നില്ല എന്നാണ് പറയുന്നത്. You can also give objective descriptions keeping your likes and dislikes aside. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്, നിങ്ങളുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് നിഷ്പക്ഷമായിട്ടുള്ള, അതായത് ഒബ്ജക്റ്റീവായിട്ടുള്ള വിവരണങ്ങൾ നിങ്ങൾക്ക് നൽകാവുന്നതാണ് എന്നാണ് പറയുന്നത്. നമ്മളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മറ്റാൾക്ക് അത് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റീവായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ബി കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റീവ്. അപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് എഴുതുക എന്നുള്ളത് ഒരു പ്രയാസമേറിയിട്ടുള്ള ഒരു കാര്യമാണ്. വൺ ഓഫ് ദ വേസ് ടു ബി ഒബ്ജക്റ്റീവ് ഈസ് ആഡിങ് ഇല്ലുസ്ട്രേഷൻസ്, ഫോട്ടോഗ്രാഫ്സ് ഓർ സം അതർ വിഷ്വൽ മെറ്റീരിയൽസ് ടു അക്കമ്പനി യുവർ റൈറ്റിംഗ്. അങ്ങനെ നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് എഴുതുക എന്നുള്ളതൊരു പ്രയാസമായിട്ടുള്ള കാര്യമാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ആഡ് ചെയ്യാം, അതായത് ഒരു ഒബ്ജക്റ്റീവ് ആക്കാനുള്ളൊരു വഴി എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്കതിൽ കുറച്ച് ഇമേജസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷൻസ്, എന്തെങ്കിലും ഉദാഹരണങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ചക്ക് ഉതകുന്ന മെറ്റീരിയലോ ഒക്കെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൂട്ടിച്ചേർക്കാവുന്നതാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ റൈറ്റിങ്ങിൽ ഇല്ലുസ്ട്രേഷൻസ്, ഫോട്ടോഗ്രാഫ്സ്, വിഷ്വൽ മെറ്റീരിയൽസ്, കാഴ്ചക്ക് തരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങളുടെ റൈറ്റിങ് ബെറ്റർ ആകും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്. ഇനി പറയുന്നത് എന്തൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് depending on what you are asked to write, your essay can be full-length descriptive or it can be integrated with other types of writing. അതായത് പറയുന്നത് നിങ്ങളുടെ ആവശ്യപ്പെട്ട എസ്സേക്ക് അനുസൃതമായി നിങ്ങളുടെ എസ്സേ മുഴുവനായും വിവരണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു തരം എഴുത്തുകളുടെ കൂടെ വിവരണങ്ങൾ കൂട്ടിച്ചേർക്കാമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ സബ്ജക്റ്റിനനുസരിച്ച് നിങ്ങളുടെ എസ്സേ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും എഴുത്തുകളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷന് ആഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, there are two types of description, subjective and objective. ഇനി പറയുന്നത് രണ്ട് ടൈപ്സ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഒന്ന് സബ്ജക്റ്റീവ് ആണ്, രണ്ടാമത്തത് ഒബ്ജക്റ്റീവ് ആണ്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വ്യക്തിഗതവും ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷവുമാണ്. then arrange the description in chronological or spatial based on the physical position order. You can also order things according to their importance. It is also possible to arrange things as they appeal to our separate senses. ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് വിവരണം ഒരു ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കണം, അതായത് സമയാനുക്രമമായതോ അല്ലെങ്കിൽ പൊസിഷൻ അനുസരിച്ചോ ആയിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കണം, അതിൻ്റെ സമയാനുക്രമമായിട്ടായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ അനുസരിച്ചായിരിക്കണം എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ പ്രാധാന്യം അനുസരിച്ചായിരിക്കണം, ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത് ഏതാ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. ചിലപ്പോൾ അത് ഇറ്റ് ഓൾസോ പോസിബിൾ ടു അറേഞ്ച് തിങ്സ് ആസ് ദ അപ്പീൽ ടു അവർ സെപ്പറേറ്റ് സെൻസസ്. ചിലപ്പോൾ അത് സെൻസസ്, അതായത് ഇന്ദ്രിയാനുഭവങ്ങളെ ആശ്രയിച്ചാകാം നമ്മളുടെ വിവരണങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കണം, അതായത് സമയാനുക്രമമായിട്ട് എഴുതാൻ ശ്രമിക്കുക.
അല്ലെങ്കിൽ അത് ഒരു പൊസിഷൻ, അതായത് ഓർഡർ അനുസരിച്ചോ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഏതിനാണോ അത് അങ്ങനെയൊക്കെയാണ് ഇത് വിവരണങ്ങൾ നൽകേണ്ടത് എന്നാണ് പറയുന്നത്. ദെൻ യൂസ് സെൻസറി ഡീറ്റെയിൽസ്, സൈറ്റ്, സൗണ്ട്, സ്മെൽ, ടേസ്റ്റ് ആൻഡ് ടച്ച്. അതായത് ഇന്ദ്രിയങ്ങളെ തൊട്ടുണർത്തുന്നതായിരിക്കണം നിങ്ങളുടെ വിവരണങ്ങൾ. നിങ്ങളുടെ ഡിസ്ക്രിപ്ഷന് നമ്മളുടെ സെൻസറിയെ ടച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, യൂസ് ആക്റ്റീവ് വേർബ്സ് ഫോർ ബെറ്റർ ഇംപ്രഷൻ. അതായത് നല്ല ആക്റ്റീവ് വേർബ്സൊക്കെ ഉപയോഗിക്കുക, നല്ല ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ അത് സഹായിക്കും. ദെൻ യൂസ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഓൺലി ഇഫ് യു ആർ പെർമിറ്റഡ് ടു ബി സബ്ജക്റ്റീവ്. അതായത് നമ്മളുടെ റൈറ്റിംഗ് വ്യക്തിഗതമാണെങ്കിൽ, അതായത് സബ്ജക്റ്റീവ് ആണെങ്കിൽ മാത്രം ഫിഗറേറ്റീവ് ലാംഗ്വേജസ്, അതായത് അലങ്കാരിക ഭാഷ ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ സബ്ജക്റ്റീവ് ആണ് നമ്മളുടെ റൈറ്റിംഗ് എന്നുണ്ടെങ്കിൽ ഫിഗറേറ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്യുക, ആലങ്കാരിക ഭാഷ ഉപയോഗിക്കുക. ഒബ്ജക്റ്റീവ് ആണെങ്കിൽ അത് യൂസ് ചെയ്യേണ്ട, ഫിഗറേറ്റീവ് ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഇല്ലുസ്ട്രേഷൻ? എന്താണ് ഇല്ലുസ്ട്രേഷൻ? ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ എസ് ഒക്കെ എഴുതുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ, ഫോർ ഇൻസ്റ്റൻസസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉദാഹരണങ്ങൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാറുണ്ട്. ഇത് തന്നെയാണ് എന്ത് ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ എന്തെങ്കിലും എസ് ഒക്കെ ആണെങ്കിൽ അതിലേക്ക് ഡയഗ്രാംസ് അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റഫർ, ഈ വക കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ഇത് തന്നെയാണ് എന്ത് ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇല്ലുസ്ട്രേഷൻ എക്സ്പ്ലെയിൻ സംതിങ് വിത്ത് എക്സാമ്പിൾസ്. ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണ സഹിതം കാര്യങ്ങൾ വിശദമാക്കുന്നതിനെയാണ്. അവർ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ആൻ എസ്സേ ക്യാൻ ബി ക്ലാരിഫൈഡ് ഇഫ് വി യൂസ് പ്രോപ്പർ എക്സാമ്പിൾസ് ഓർ ഇല്ലുസ്ട്രേഷൻസ്. അതായത് എസ്സേയിൽ നമ്മൾ പൊതുവായി പറയുന്ന കാര്യങ്ങൾക്ക് ഉദാഹരണങ്ങളിൽ കൂടി കൃത്യത വരുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, if you are asked to write an essay on the problems your city faces in disposing in solid waste, you can use the photograph of the piling waste in the streets to explaining the situation. ഇനി പറയുന്നത്, അതായത് ഒരു ഇല്ലുസ്ട്രേഷൻ, ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. അതായത് നമ്മളുടെ സിറ്റി അഭിമുഖീകരിക്കുന്ന മാലിന്യ നിർമ്മാർജ്ജനത്തെ പറ്റിയാണ് നിങ്ങൾക്ക് എസ്സേ എഴുതേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് എസ്സേയുടെ കൂടെ ചേർക്കാവുന്നതാണ്. ഇതാണ് എന്ത് ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഫോട്ടോഗ്രാഫാണ് ഇല്ലുസ്ട്രേഷൻ. അതായത് സിറ്റിയിൽ ഏറ്റവും ഉള്ള വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് മാലിന്യ നിർമ്മാർജ്ജനമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എസ്സേ ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഒരുപാട് മാലിന്യങ്ങൾ സിറ്റിയിൽ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഈ ഒരു ഫോട്ടോഗ്രാഫാണ് എന്ത് ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇഫ് യുവർ അസൈൻമെൻറ്റ് ഈസ് ഓൺ ഡെമോഗ്രഫി, യു ക്യാൻ യൂസ് ചാർട്ട്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ടു മേക്ക് യുവർ ഐഡിയാസ് ക്ലിയർ. ഇനി നിങ്ങളുടെ എസ്സേ ജനസംഖ്യയെ പറ്റിയാണെങ്കിൽ നിങ്ങൾക്ക് ചാർട്ടുകളും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ ആശയങ്ങൾ വ്യക്തമാക്കാവുന്നതാണെന്നാണ് പറയുന്നത്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഇല്ലുസ്ട്രേഷൻ. ഇനി പറയുന്നത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇല്ലുസ്ട്രേഷന്, എന്തൊക്കെ സവിശേഷതകളാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് അൻ ഐഡിയ ഈസ് പ്രസൻറ്റഡ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് സപ്പോർട്ടഡ് വിത്ത് എക്സാമ്പിൾസ്. അതായത് ഒരു ഐഡിയ പ്രസൻറ്റ് ചെയ്തിട്ട് ഒരു ആശയം പറഞ്ഞിട്ട് ഒന്നിൽ കൂടുതലോ ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് അതിനെ പിന്തുണക്കുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു ഫീച്ചറാണ്. ദെൻ എക്സാമ്പിൾസ് സെർവ് ആസ് പ്രൂഫ് ഓഫ് യുവർ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമ്മൾ എസ്സേ എഴുതുന്ന സമയത്ത് ഇല്ലുസ്ട്രേഷൻസ്, എക്സാമ്പിൾസ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഉദാഹരണങ്ങൾ നിങ്ങളുടെ പ്രസ്താവനയ്ക്ക് ഒരു പ്രൂഫാണ്, ഒരു തെളിവാണെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, യൂസ് സ്പെസിഫിക് എക്സാമ്പിൾസ്, കൃത്യമായ ഉദാഹരണങ്ങൾ നൽകുക. ദെൻ ഓഡിയൻസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് വൈൽ സെലക്ടിങ് എക്സാമ്പിൾസ്. അതായത് ഉദാഹരണങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഓഡിയൻസിനെ ഓർക്കുന്നത് നല്ലതാണ്. അതായത് ഇപ്പം നമ്മൾ ടീച്ചേഴ്സൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളുടെ റിയൽ ലൈഫ് എക്സാമ്പിൾസാണ് നമ്മൾ യൂസ് ചെയ്യാറ്, നമ്മുടെ നിത്യജീവിതത്തിലുള്ള എക്സാമ്പിൾസ്. അങ്ങനെയാവുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്.
ഓക്കെ, അതുപോലെ നമ്മൾ ഓഡിയൻസിനെ മനസ്സിലാക്കിയതിന് ശേഷം എക്സാമ്പിൾസ് സെലക്ട് ചെയ്യുക. ദെൻ യൂസ് ഇനഫ് എക്സാമ്പിൾസ്. അതായത് ആവശ്യത്തിനുള്ള ഉദാഹരണങ്ങളൊക്കെ കൊടുക്കുക. ദെൻ പിക്ചേഴ്സ്, ഗ്രാഫ്സ്, ചാർട്ട്സ് എക്സെട്ര ക്യാൻ ബി യൂസ്ഡ്. വേണമെങ്കിൽ നമുക്ക് പിക്ചേഴ്സ്, ഗ്രാഫുകൾ, ചാർട്ടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അറേഞ്ച് ദ എക്സാമ്പിൾസ് ഇൻ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ് ഓർ റെലവൻസ്. അതായത് ഉദാഹരണം ഇമ്പോർട്ടൻസ് അനുസരിച്ചോ അല്ലെങ്കിൽ റെലവൻസ് പ്രസക്തി അനുസരിച്ചൊക്കെ ഉദാഹരണങ്ങൾ പറയാമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ മെയിൻറ്റെയിൻ ദ പോയിൻ്റ് ഓഫ് വ്യൂ ത്രൂ ഔട്ട്. അതായത് നമ്മുടെ കാഴ്ചപ്പാട് എപ്പോഴും മുമ്പിലുണ്ടായിരിക്കണം, പോയിൻ്റ് ഓഫ് വ്യൂ എപ്പോഴും മുമ്പിലുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. യൂസ് ട്രാൻസിഷൻ ഫ്രേസസ് ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ, ടു ഇല്ലുസ്ട്രേറ്റ്, വൺ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ എക്സെട്ര. അതായത് നമ്മൾ എക്സാമ്പിൾസ് കൊടുക്കുന്ന സമയത്ത്, അതായത് ഉദാഹരണങ്ങൾ കൊടുക്കുന്ന സമയത്ത് ട്രാൻസിഷൻ ഫ്രേസസൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു എസ് എഴുതുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഒരു ഉദാഹരണം കൊടുക്കേണ്ടതുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ എന്ന് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഫോർ ഇൻസ്റ്റൻസ് എന്ന് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ടു ഇല്ലുസ്ട്രേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉദാഹരണങ്ങൾ കൊടുക്കാമെന്നാണ് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ആർഗ്യുമെൻറ്റേഷൻ? എന്താണ് ആർഗ്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് പറയുന്നത്. ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ് ഓൾസോ കോൾഡ് പെർസ്യൂസീവ് റൈറ്റിംഗ്. അതായത് ഈ ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിങ്ങിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പെർസ്യൂസീവ് റൈറ്റിംഗ് എന്നുള്ളത്. One of the main objectives of argumentative writing is to persuade the reader to think the way the writer thinks. അതായത് ഈ ഒരു റൈറ്റിങ്ങിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മളുടെ റീഡറെ റൈറ്റർ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ ചിന്തിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ ഒരു പെർസ്യൂസീവ് റൈറ്റിംഗ്, ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പെർസുവേഷനാണ്. അതായത് റൈറ്റർ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ റീഡറും ചിന്തിക്കണം എന്നുള്ള ഒരു രീതിയാണ് ഈ ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ എന്ന് പറയുന്നത്. In argumentative essays, you give your opinion and views in a convincing manner. ഇനി പറയുന്നത്, ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ കൊടുക്കണം. ഫോർ ദാറ്റ് യു ഹാവ് ടു ബി ലോജിക്കൽ ആൻഡ് ക്ലിയർ. അതിനായിട്ട് കൃത്യതയോടും ലോജിക്കലായിട്ടും കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇഫ് ദർ ഇസ് എ ഡിസഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു ലീഡേഴ്സ് ഓഫ് ടു ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് യു മേ സപ്പോർട്ട് വൺ. ഇനിയിപ്പോൾ പറയുന്നത്, അതായത് രണ്ട് രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരാളെ സപ്പോർട്ട് ചെയ്തേക്കാം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് പറയാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. യു ഗിവ് ആൻ ഒപ്പീനിയൻ വിത്തൗട്ട് എക്സ്പ്ലെയിനിങ് വൈ യു സേ സോ. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒന്നും നൽകാതെ തന്നെ, നമ്മൾ ഒരു വിശദീകരണങ്ങളൊന്നും നൽകാതെ തന്നെ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയേക്കാം എന്നാണ് പറയുന്നത്. അൺലെസ് യു എക്സ്പ്ലെയിൻ ദ റീസൺ യുവർ ഒപ്പീനിയൻ റിമൈൻസ് എ മിയർ ഒപ്പീനിയൻ. ഇനി ഒരഭിപ്രായത്തെ ശരിയായ കാരണങ്ങൾ കൊണ്ടോ ലോജിക് കൊണ്ടോ പിന്താങ്ങുമ്പോഴാണ് അതൊരു ആർഗ്യുമെൻ്റ് ആയിട്ട് മാറുന്നത്. ആൻ ഒപ്പീനിയൻ വിത്ത് എ വാലിഡ് റീസൺ ഓർ ലോജിക് ബിഹൈൻഡ് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആൻ ആർഗ്യുമെൻറ്റ്. An argument may be about anything, politics, books, sports or movies. ഇനി ആർഗ്യുമെൻ്റ് എന്തിനെ പറ്റിയും ആകാമെന്ന് പറയുന്നത്, അതായത് മേ ബി പൊളിറ്റിക്സ് ആകാം, രാഷ്ട്രീയമാകാം, അല്ലെങ്കിൽ ബുക്സിനെ കുറിച്ചിട്ടാകാം, സ്പോർട്സ്, സിനിമ മുതലായവയെ കുറിച്ചിട്ടൊക്കെയുള്ള ആർഗ്യുമെൻ്റ് ആവാമെന്നാണ് പറയുന്നത്. ഇനി പറയുന്നത്, ഇറ്റ് മേ ബി ആൻ അക്കാഡമിക് ഓർ നോൺ അക്കാഡമിക് ഇഷ്യൂസ്. ഇനി ഒരു ആർഗ്യുമെൻ്റ് എന്നുള്ളത് ഒരു അക്കാഡമിക് ഇഷ്യൂ ആകാം, അല്ലെങ്കിൽ നോൺ അക്കാഡമിക് ഇഷ്യൂ ആകാം എന്നാണ് പറയുന്നത്. ദ പർപ്പസ് ഓഫ് ആൻ ആർഗ്യുമെൻറ്റ് ഈസ് ടു കൺവിൻസ് യുവർ ലിസണർ ഓർ റീഡർ. അപ്പോൾ ഈ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, അതായത് റീഡറെ അല്ലെങ്കിൽ നമ്മളുടെ ഓഡിയൻസിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്.
ആൻ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് ഡിബാറ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേയിൽ ഡിബാറ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. എ സെറ്റ് ഓഫ് ഡിബാറ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ഒരു തർക്ക പ്രസ്താവനകളൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സിനെ, ആർഗ്യുമെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രിമൈസസ് ആൻഡ് കൺക്ലൂഷൻസ്. ഇൻ എനി ആർഗ്യുമെൻറ്റ് ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ പ്രിമൈസ് ആൻഡ് വൺ കൺക്ലൂഷൻ. അതായത് ഏതൊരു ആർഗ്യുമെൻറ്റേറ്റീവ് ആണെങ്കിലും, ഒരു ആർഗ്യുമെൻ്റ് ആണെങ്കിലും അതിനൊരു പ്രിമൈസും ഒരു കൺക്ലൂഷനും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ദ പ്രിമൈസ് ആർ അസേർഷൻസ് ദാറ്റ് ലീഡ് ടു എ കൺക്ലൂഷൻ. അതായത് പ്രിമൈസ് എന്ന് പറയുന്നത് കൺക്ലൂഷനിലേക്ക് നയിക്കുന്ന ഒരു പ്രസ്താവനയാണ് പ്രിമൈസ് എന്ന് പറയുന്നത്. ദി പ്രിമൈസസ് ആർ അസേർഷൻസ്, ഒരു പ്രസ്താവനയാണ്. ദാറ്റ് ലീഡ് ടു എ കൺക്ലൂഷൻ, ഒരു കൺക്ലൂഷനിലേക്ക് നയിക്കുന്ന പ്രസ്താവനകളാണ് പ്രിമൈസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ റൈറ്റർ മേക്സ് എ കൺക്ലൂഷൻ ദാറ്റ് ആർ.കെ. നാരായണ ഈസ് നോട്ട് എ പാൻ ഇന്ത്യൻ റൈറ്റർ ബട്ട് ഓൺലി എ റീജിയണൽ റൈറ്റർ. അതായത് ഒരു എഴുത്തുകാരൻ ഒരു കൺക്ലൂഷൻ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ആർ.കെ. നാരായണ ഇന്ത്യക്ക് മുഴുവനും വേണ്ടി എഴുതുന്ന ആളല്ല, പക്ഷേ ഒരു പ്രാദേശിക എഴുത്തുകാരനാണെന്ന് ഒരു റൈറ്റർ കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് കൺക്ലൂഷൻ. അതായത് ആർ.കെ. നാരായണൻ ഈസ് നോട്ട് എ പാൻ ഇന്ത്യൻ റൈറ്റർ ബട്ട് ഓൺലി എ റീജിയണൽ റൈറ്റർ. ഇതൊരു കൺക്ലൂഷനാണ്. ഇനി ഇതിൻ്റെ പ്രിമൈസസ് ആണ് പറയുന്നത്. ഹിസ് പ്രിമൈസസ് ആർ all of Narayan's novels are set in an imaginary South Indian town called മാൽഗുഡി. അതായത് പ്രിമൈസ് എന്ന് പറഞ്ഞാൽ, അതായത് നാരായണൻ്റെ എല്ലാ നോവലുകളും ഭാവനയിലുള്ള ഒരു സൗത്ത് ഇന്ത്യൻ പട്ടണമായിട്ടുള്ള മാൽഗുഡിയിൽ വെച്ചാണ് നടക്കുന്നത്. ഇതൊരു പ്രിമൈസാണ്, ഇതൊരു പ്രസ്താവനയാണ്. അതായത് കൺക്ലൂഷനിലേക്ക് നയിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇത്. അതായത് കൺക്ലൂഷൻ എന്തായിരുന്നു? ആർ.കെ. നാരായണൻ ഈസ് നോട്ട് എ പാൻ ഇന്ത്യൻ റൈറ്റർ ബട്ട് ഓൺലി എ റീജിയണൽ റൈറ്റർ എന്നുള്ളതാണ് കൺക്ലൂഷൻ. അതിലേക്ക് നയിക്കുന്ന ഒരു പ്രസ്താവന, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫസ്റ്റ് പ്രിമൈസ് ആണ്. ഓൾ ഓഫ് നാരായൺസ് നോവൽസ് ആർ സെറ്റ് ഇൻ അൻ ഇമാജിനറി സൗത്ത് ഇന്ത്യൻ ടൗൺ കോൾഡ് മാൽഗുഡി. ആർ.കെ. നാരായണൻ്റെ എല്ലാ നോവലുകളും മാൽഗുഡി എന്ന പട്ടണത്തിൽ വെച്ചാണ് നടക്കുന്നത്. ദെൻ അനദർ പ്രിമൈസിസ് മാൽഗുഡി ഡസ് നോട്ട് റിഫ്ലക്ട് ദ കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ ആസ് എ നാഷൻ. അതായത് മാൽഗുഡി ഇന്ത്യ എന്ന രാഷ്ട്രീയത്തിൻ്റെ സാംസ്കാരിക ഭാഷാപരമായ വൈവിധ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു രണ്ട് പ്രിമൈസസ് കൺക്ലൂഷനിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിങ്ങിന് ഒരു കൺക്ലൂഷനും പ്രിമൈസസും ഉണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. പ്രിമൈസസ് ഒരു കൺക്ലൂഷനിലേക്ക് നയിക്കുന്നുണ്ട്, ലീഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ്. ഇനി പറയുന്നത് ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സാണ്. ഫസ്റ്റ് വൺ ഈസ് ദ ഓതർ ടേക്സ് എ പൊസിഷൻ ഓർ സ്റ്റാൻഡ് പോയിൻറ്റ് ഇൻ ആൻ ആർഗ്യുമെൻറ്റ്. അതായത് എഴുത്തുകാരന് ആർഗ്യുമെൻറ്റിൽ ഒരു നിലപാടെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളുടെ ഓതർക്ക് ഒരു നിലപാടുണ്ട് ആ ഒരു എഴുത്തിൽ. ദെൻ ദ തീസിസ് ഇൻ ആൻ ആർഗ്യുമെൻറ്റ് ഈസ് എ ക്ലെയിം ദാറ്റ് ദ ഓതർ മേക്സ്. ഇനി പറയുന്നത് നമ്മുടെ റൈറ്റർ എടുക്കുന്ന നിലപാടാണ് തീസിസ് എന്ന് പറയുന്നത്. ദെൻ ഓതേഴ്സ് ക്ലെയിം ഇസ് ഓൺലി വൺ സൈഡ്, അനദർ പേഴ്സൺ മേ ടേക്ക് ദ ഓപ്പോസിറ്റ് സൈഡ്. ഇനി പറയുന്നത് നമ്മുടെ റൈറ്ററിൻ്റെ അവകാശം ഒരു പൊസിഷൻ മാത്രമാണ്, ഒരു സൈഡ് മാത്രമാണ്, വേറൊരാൾ അതിൻ്റെ എതിർഭാഗം വാദിച്ചേക്കാം എന്നാണ് പറയുന്നത്. ദെൻ ദ എയിം ഓഫ് ആൻ ആർഗ്യുമെൻറ്റ് ഈസ് ടു മേക്ക് ദ റീഡർ ആക്സെപ്റ്റ് ദ ഓതേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ. ഇനി ആർഗ്യുമെൻറ്റിൻ്റെ ഉദ്ദേശം വായനക്കാരെ അതിൻ്റെ ബോധത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. അതായത് റീഡേഴ്സിനെ റൈറ്ററുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഉദ്ദേശം. ദെൻ ദ ഓതർ ഹാസ് ടു എക്സ്പ്ലെയിൻ വൈ ഹി തിങ്സ് ഹി ഈസ് റൈറ്റ്. ഇനി പറയുന്നത് റൈറ്റർ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ശരിയായെന്ന് വിശദീകരിക്കണം എന്നാണ് പറയുന്നത്. ദ ഓതർ ഹാസ് ടു എക്സ്പ്ലെയിൻ വൈ ഹി തിങ്സ് ഈസ് റൈറ്റ്. അതായത് ഓതർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം അയാളുടെ നിലപാടാണ് ശരി എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന്. ദെൻ നെക്സ്റ്റ് റീസൺസ് ഓഫ് ദ ആർഗ്യുമെൻറ്റ് ഷുഡ് ഹാവ് എവിഡൻസ്. ഇനി നമ്മുടെ നിലപാടുകൾ ന്യായീകരിക്കാൻ പറയുന്ന കാര്യങ്ങൾക്ക്
തെളിവുകൾ വേണം, എവിഡൻസ് വേണം എന്നാണ് പറയുന്നത്. Then the author has to think of the possible counter arguments and defend his position. ഇനി പറയുന്നത് തൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് വരാൻ സാധ്യതയുള്ള വാദമുഖങ്ങൾക്ക് ഓഥർ മറുപടി കൊടുക്കണം. The author has to think of the possible counter arguments and defend his position. അതായത് ഓഥറുടെ നിലപാടുകൾക്കെതിരായിട്ട് വരാൻ സാധ്യതയുള്ള വാദമുഖങ്ങൾക്ക് മറുപടി കൊടുക്കണം എന്നാണ് പറയുന്നത്. I conclude here. Thank you for watching our video. If you are interested, please subscribe.